ഇത്ര സ്പീഡ് ചെയ്യുന്നത് ഞാൻ നോക്കിയിട്ട് ആ പടാന്ന് പറഞ്ഞിട്ട് കോർത്ത് എടുത്തോണ്ടിരിക്കുക. ആ അല്ല പണിയിലല്ല നമ്മളെ ആ ആ ആ അല്ല ഇത്രയും പെട്ടെന്ന് ആ ആന്ന് പിന്നെ കോൺക്രീറ്റ് കൂട്ടുന്നതും അത് ആ സമയമല്ല നമ്മൾ ചെയ്യുന്ന ജോലിയാണ് നമ്മുടെ മേലുള്ള ആ അല്ല എന്നാലും ആ കറക്റ്റായിട്ട് ആ കണ്ണി ഏതാ പിടിക്കുന്ന ആ ഇതിൽ ആ കൊരുക്കുന്നില്ലേ അതാണ് ഒന്നൊന്നര പണി. ഏ ആ അതാ അല്ല നമ്മളാണ് ഇങ്ങനെ കറക്റ്റ് ഒരു കണ്ണി തിരഞ്ഞു പിടിച്ചിട്ട് നമ്മൾ അതിൽ കുരുക്കണം. പക്ഷെ അതാ പടാന്ന് പറഞ്ഞ ആ ആ പിന്നെ അതാ പറഞ്ഞ് അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ വൈകുന്നേരം ആവുമ്പോഴത്തേന് ഇത് ഇത്രയും ചെയ്ത് തീരുമെന്ന് തോന്നില്ലേ? ആ അതാ ചോദിച്ചാ അല്ല വൈകുന്നേരം ആവുമ്പോഴത്തേന് എനിക്ക് തോന്നുന്നു ഇത് മൊത്തം ചെയ്ത് തീരുമെന്ന് അല്ലേ? ദൈവമേ പക്ഷെ അതല്ല ഞാൻ കരുതുന്നത് നമ്മളിപ്പോ ഒരു ആ ചരടും ആ വലയായിട്ട് പിടിച്ച് ഓരോ കണ്ണി കൊരുക്കുന്നത് വലിയ പട. ആ അതാ ഞാൻ ചോദിച്ചത്. ആ ആ സത്യം. ഇതേപോലെ നമ്മുടെ കൊല്ലത്തില് കൊല്ലക്കാർക്ക് ഇതേപോലെ വല പിടിച്ച് ഇല്ലേ ആ ആ ആ ആ പക്ഷെ ഭയങ്കര സ്പീഡാ കേട്ടോ. ആ നമുക്ക് നമ്മുടെ മനസ്സിൽ ഒരു തിട്ടം വേണം. ആ എത്ര ആകുമ്പോഴത്തേന് പിന്നെ ഇത്ര നമ്മുടെ ആ ഒരു ഇതിലാവും. ആ ആണാ ആ ആ എന്ത് സ്പീഡാ നോക്കുക. ആ കറക്റ്റായിട്ട് ആ അവസാനത്തെ ആ കണ്ണി പിടിച്ചിട്ട് നമ്മളാ ചരടുമായിട്ട് പിടിച്ച് കിട്ടുന്നല്ലേ അപാരം. ഇന്നില്ലാഞ്ഞെന്ന് പറയാൻ രാവിലെ മൊത്തം മഴയല്ലായിരുന്നു. നമ്മൾ പിന്നെ പുറത്തോട്ടിറങ്ങാൻ പോലും പറ്റാതെ മഴയായിപ്പോയി. പക്ഷെ ഏട്ടോ സമ്മതിക്കണം ഈ ഓരോ കണ്ണി ആ കറക്റ്റായിട്ട് പിടിച്ചിട്ട് ചെയ്യുന്നത്. ആ പണ്ടായിരുന്നേ നമ്മള് പടപടാന്ന് പറഞ്ഞ് ഒരുത്ത് മാറിയല്ലേ. ആന്ന് ആ അവസാനത്തെ കണ്ണിയാ കറക്റ്റായിട്ട് ആ കൈ വരുന്നു നോക്ക്. നമ്മളിങ്ങനെ ഒരു കണ്ണി പിടിച്ചേച്ച് അതിനകത്തൂടെ കൊടുത്തിട്ട് അടുത്ത കണ്ണി പിടിക്കാനായിട്ട് നോക്കി നിൽക്കണം. ആ
ആ ആ. പിന്നെ തീർച്ചയായിട്ടും ആ അവസാനത്തെ കണ്ണിൽ തന്നെ ആ കുരുക്കുന്ന ആ കൊരുപ്പ് പടപടാന്ന് പറഞ്ഞ് കുരുക്കുന്ന കൊരുപ്പുണ്ടല്ലോ. ആന്ന്. ആന്ന് പിന്നെ തീർച്ചയായിട്ടും ആ വാങ്ങിച്ചത്. പിന്നെ മൂന്നാമത്തെ ദിവസം വരുമ്പം പറയേ ഇയാൾക്ക് ഇത് എന്നാ പരിപാടിയെന്ന് ചോദിക്കും. സത്യം. ആ അത് തോതും കണക്കും എല്ലാം എടുത്തേ ഇത്രയും സ്പീഡിൽ ചെയ്യണം. അതാ പറഞ്ഞേ. ഓ ഓ ആ ആ ആ കണമ്പുണ്ടല്ലേ. ഇന്ന് നടക്കാവ് ചെന്നപ്പോഴേ മൊത്തം മുട്ട അഴുക കേട്ടോ. അഴുക മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരെണ്ണത്തിന് 500 രൂപ, 400 രൂപ, 600 രൂപ ഈ റേറ്റാ. ഏ അല്ല എനിക്ക് ഇഷ്ടമല്ല സാധനം. ഞാനെന്തേ അറിയോ, അവിടുന്ന് ഒരു വലിയൊരു ചൂര വാങ്ങിച്ച്. അല്ല ചൂര പണ്ട് ഏതാണ്ട് 1909, അതായത് പെങ്ങളുടെ കല്യാണ സമയത്ത് മാത്രമാണ് അവിടെ മുട്ട ഒരഴുകെ ചൂണ്ടയിട്ട് പിടിച്ച് കൊണ്ടുവന്ന് അവിടെ കറി വെച്ച്. അവരുടെ അളിയൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ വന്നപ്പോഴേ ഈ അഴുകയെ കണ്ടപ്പോൾ ഈ ഓരോ പീസ് അങ്ങോട്ട് വെച്ച് കൊടുത്തപ്പോൾ പറയാ നല്ല അരിമാവ് പോലിരിക്കുന്നു. ഫ്രഷായിട്ടുള്ള സാധനം. ആ ആ നല്ല അരിമാവ് പോലിരിക്കും. അത് വിളഞ്ഞത് ഈ കനമുണ്ട് ഇങ്ങനെ പിടിക്കുന്നതായിരുന്നു. ആ ആ അവര് വന്ന് കഴിച്ചു വെക്കുന്നത് എന്തൊരു മീനാ. അവർക്ക് അതിൻ്റെ പേരറിയത്തില്ല കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞ് പിന്നെ ഇത് അഴുകയാ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു പേര് ഞങ്ങൾ കേട്ടിട്ടേ ഇല്ലെന്ന്. ആ